ഹായ് ഗൈസ്, വെൽക്കം ടു കോഡിംഗ് ആശാൻ. നമ്മൾ പ്രോട്ടോടൈപ്പിൻ്റെ ഫുമിഗേഷന് ശേഷം 2 വീഡിയോസ് ചെയ്ത് പോയതാണ്. പിന്നെ ഇപ്പോൾ വീക്ക് 1 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നത്. അതെ, ഞാനിന്ന് വീക്ക് 1നെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീക്ക് 1ൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എങ്ങനെയൊക്കെ പാസ്സാവാൻ, അതായത് ഞാൻ പാസ്സായത് എങ്ങനെ, പാസ്സാവാനെടുത്ത മെറ്റീരിയൽസ് എന്തൊക്കെ ടാസ്ക്കുകളാണ് വീക്ക് 1ൽ ഉണ്ടായിരുന്നത്, അങ്ങനെ മൊത്തം കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ഈ വീക്ക് 1ൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഇവൻറ്റുകളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീക്ക് 1നെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ വീക്ക് 1ലോട്ടുള്ള ഇൻടേക്കുകളും അതുപോലെ ഈ വീക്ക് 1ൻ്റെ റിവ്യൂസിനെ കുറിച്ചും ഇൻടേക്കുകളെ കുറിച്ചൊന്നും സംസാരിക്കാതെ നമുക്ക് അത് പറയുകയാണെന്ന് വെച്ചാൽ ഈ എല്ലാ ബുധനാഴ്ചകളിലാണ് ഈ ബ്രോഡ് ക്യാമ്പിലോട്ടുള്ള ഇൻടേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയിലാണെങ്കിൽ ഈ വ്യാഴാഴ്ച, അതായത് ഈ ഫസ്റ്റത്തെ വ്യാഴാഴ്ച അല്ലാതെ അടുത്ത നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ള അടുത്ത വ്യാഴാഴ്ചയായിരിക്കും ഈ ഫസ്റ്റ് വീക്കിൻ്റെ റിവ്യൂ നടക്കുക. ഈ റിവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ പറയണ്ടാവും. അപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കിലും ബ്രോ ക്യാമ്പിൽ ഓരോ റിവ്യൂസ് ഉണ്ടാവും. ഈ റിവ്യൂസിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് വീക്ക് 1ൽ നിന്ന് വീക്ക് 2ലോട്ടും, അതുവരെ നമ്മൾ ഏത് വീക്കിലാണോ ഉള്ളത് ആ വീക്കിൽ നിന്ന് പാസ്സാവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ റിവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റിവ്യൂസിൽ നമുക്ക് റിവ്യൂ കോർഡിനേറ്റർ ആയിക്കാണ്ട്, അല്ലെങ്കിൽ ഈ റിവ്യൂ നടത്താൻ വരുന്ന ആളായിക്കാണ്ട് വരുന്നത് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചോദിക്കും. മെയിനായിട്ട് തിയറീസാണ് അധികം ചോദിക്കുന്നത്. അപ്പോൾ റിവ്യൂവിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ വീക്ക് 1നെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇൻടേക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എല്ലാ ബുധനാഴ്ചകളിലാണ് ഇൻടേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ ചേർന്നത് ഈ നവംബർ 6 ബുധനാഴ്ചയാണ്. അതായത് നവംബർ 6 വെഡ്നസ്ഡേ ആണ് ഞാൻ ജോയിൻ ചെയ്തത്. BCK 226 എന്നാണ് എൻ്റെ ബാച്ചിൻ്റെ പേര്. സോ ഞാൻ ഫസ്റ്റ് വീക്കിലോട്ട് എൻ്റർ ആയപ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് മുഖാന്തരം ഒരു ഫോൾഡർ ലഭിക്കും. ഈ ഫോൾഡറിൽ വീക്ക് 1 എന്നുള്ള പേരിൽ ഒരു ഫയൽ ഉണ്ടാവും, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ഇതിൽ നമുക്ക് വീക്ക് 1ൽ കൊടുത്തുള്ള ടാസ്കുകളൊക്കെ കൊടുത്തുക്കും. ഏകദേശം 3 തരത്തിലുള്ള ടാസ്ക്കാണ് വീക്ക് 1ൽ ഉണ്ടാവുക. ഒന്ന് പറയുന്നത് പേഴ്സണൽ ടാസ്ക്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റും കാര്യത്തിലുള്ള ഒരു പേഴ്സണൽ ടാസ്ക് ഉണ്ടാവും ഒന്ന്. രണ്ടാമത് പറയുന്നത് ടെക്നിക്കൽ ടാസ്ക്, അതാണ് മെയിൻ. രണ്ടാമതാണ് ടെക്നിക്കൽ ടാസ്ക്. മൂന്നാമത്താണ് മിസ്ലേനിയസ് ടാസ്ക്, അത് അതർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ടാസ്ക്കുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒന്നാമത്തെ ടാസ്ക്കായിട്ടുള്ള പേഴ്സണൽ ടാസ്ക്. ഈ പേഴ്സണൽ ടാസ്കിൽ നമുക്ക് കിട്ടുന്ന ടാസ്ക്കുകളെന്ന് പറയുന്നത്, ഒന്ന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ 2 ഇയേഴ്സിലോ അല്ലെങ്കിൽ 3 ഇയേഴ്സിലൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന, നമുക്ക് ഉറപ്പുള്ളൊരു അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചുള്ളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഒരു അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അതൊക്കെ ആയിരുന്നു പേഴ്സണൽ ടാസ്ക്, സിമ്പിൾ ടാസ്കുകളായിരുന്നു. അതൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ടാസ്കുകളായിരുന്നു പേഴ്സണൽ ടാസ്കിലുണ്ടായിരുന്നത്. പിന്നീടാണ് ടെക്നിക്കൽ ടാസ്ക് കുറച്ച് റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ HTML CSS ബേസ് ഇല്ലാത്തവർക്ക് ടെക്നിക്കൽ ടാസ്ക് കുറച്ച് റിസ്ക് ആക്കണം. നല്ല രീതിക്കുള്ള ബേസ്, ഈ HTML CSS നല്ല രീതിക്കുള്ള ബേസ് ഉണ്ടായിട്ടെടുത്തിട്ട് 2 വെബ്സൈറ്റുകളുടെ, അതായത് 2 പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും 2 വെബ്സൈറ്റുകളുടെ ഹോം പേജ് മാത്രം സ്റ്റാറ്റിക് ആയിട്ടൊന്ന് ക്ലോൺ ചെയ്യുക. അതായിരുന്നു നമുക്ക് കിട്ടിയ ടെക്നിക്കൽ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇത് ക്ലോൺ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള HTML CSS ഉള്ള നോളജ് വേണം. അപ്പോൾ അതിന് നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസ് കാണുക. പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ വീഡിയോസ് ഉണ്ട്, വെബ് ഡിസൈനിങ് ചലഞ്ച് എന്ന് പറഞ്ഞുള്ള വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ വേറെയും കുറേ ഇംഗ്ലീഷ് ചാനൽസൊക്കെ ഉണ്ട്. പിന്നെ W3 സ്കൂള് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു HTML CSS പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരു ഏകദേശം 2-3 വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ഒരു ബേസ് നമുക്ക് ക്യാച്ചായി കിട്ടിയത്. ഞാൻ പറയുമ്പോൾ 2 വെബ്സൈറ്റിൽ നിങ്ങൾ നിർത്തരുത്. പരമാവധി വെബ്സൈറ്റുകളുടെ ഹോം പേജ് ക്ലോൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നോളജ് കിട്ടും, കൂടുതൽ ഐഡിയാസ് കിട്ടും, കൂടുതൽ ടെക്നോളജീസ് കിട്ടും. അപ്പോൾ ഞാൻ ക്ലോൺ ചെയ്ത 2 വെബ്സൈറ്റുകളുടെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ലിങ്കോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാൻ താഴത്തെ ലിങ്കൊക്കെ കൊടുക്കാമെങ്കിൽ ഗിറ്റബിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ആ 2 വെബ്സൈറ്റുകൾ നിങ്ങൾ ഗിറ്റബിൽ പബ്ലിക്കായിട്ട് ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്, ഇവിടെ കാർഡായിട്ട് രൂപത്തിൽ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ ടാസ്കിൽ ഉണ്ടായിരുന്നത്. അടുത്തതാണ് മിസ്ലേനിയസ് ടാസ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടാസ്കുകളാണ്. ഒന്ന് ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. ടൈപ്പിംഗ് വേണ്ടി ടൈപ്പിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്, അതായത് ഫോൾഡറിൽ, നമ്മുടെ ഡ്രൈവിൽ ഫോൾഡറിൽ അയച്ച ഒരു ഡോക്യുമെൻറ്റിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പരമാവധി ലെവൽസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുക. അത്രയും അതിനുള്ള ടാസ്ക്. അപ്പോൾ ഞാൻ അതേ ലെവലൊന്നും ഫസ്റ്റ് വീക്കിൽ കഴിച്ചിരുന്നല്ല, പക്ഷേ രണ്ടാമത്തെ വീക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് 2 ദിവസമായി. അതായത് നവംബർ 6 ഞാൻ ഇവിടെ ജോയിൻ ആയത് ഫസ്റ്റ് വീക്കിലോട്ട്. നവംബർ 14 എൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഞാൻ കുറച്ച് ടാസ്കുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ടൈപ്പിംഗ് ക്ലബ്ബിൽ. അതായത് ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെവൽസൊക്കെ ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പരമാവധി മാക്സിമം 1 ഹവറിൽ കൂടുതൽ ഒരു ദിവസം കൊടുക്കരുത് അതിന്. കാരണം ടൈപ്പിംഗ് മാത്രമല്ല കോഡിംഗ് എന്ന് പറയുന്നത്, ലോജിക്കലി നമുക്ക് കുറച്ച് നോളജൊക്കെ വേണം. അതായത് ടൈപ്പിംഗ് തീരെ വേണ്ടാന്നല്ല. അപ്പോൾ അത് മാക്സിമം 1 ഹവറൊക്കെ കൊടുത്തിട്ട് എല്ലാ ദിവസവും ചെയ്താൽ നിങ്ങൾ ടൈപ്പിംഗ് അത്യാവശ്യത്തിൽ ഇമ്പ്രൂവ് ആവും. പിന്നെ മിസ്ലേനിയസ് ടാസ്കിൽ രണ്ടാമത്തെ ടാസ്കുകളായിരുന്നു 2 യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുക. ഒന്നൊരു ടെക് സെമിനാറും ഒന്ന് നമ്മുടെ വീക്ക് 1ലെ പ്രോഗ്രസ്സും. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വീക്ക് 1ലെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ
ചെയ്തിട്ടുള്ള വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇത്. ഓക്കെ. പക്ഷേ ഞാൻ ആൾറെഡി ഒരു സിമ്പിൾ വീഡിയോ എടുത്ത് അത് അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടാണ്. ഇത് ഞാൻ പബ്ലിക്കിൽ ഇടാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വീക്ക് 1 എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് ചെയ്യുന്നത് മാത്രം. സോ ടെക് സെമിനാറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടെക് ടോപ്പിക് എടുക്കുക. ഞാൻ പല ടെക് ടോപ്പിക്കുണ്ടാവും. അവർ സജസ്റ്റ് ചെയ്യുന്ന അധികം ടെക് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും ഹാർഡ്വെയർ കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ, അങ്ങനത്തെ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ് ആൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. AI മെഷീൻ ലേണിംഗ് അങ്ങനത്തെ കുറേ ടെക് ടോപ്പിക്കുകളുണ്ട്. ഞാൻ ബ്ലോക്ക് ചെയിൻ ആൻഡ് വെബ്3 ആണ് എടുത്തിരുന്നത്. ബ്ലോക്ക് ചെയിൻ ആൻഡ് വെബ്3. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, ലിസ്റ്റ് ആക്കിയിട്ടാണ്, എന്നാലും കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു യൂട്യൂബ് വീഡിയോ ആണ് എന്ത് വീക്ക് 1 പ്രോഗ്രസ്. വീക്ക് 1 നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഈ വീഡിയോ തന്നെ അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്തൊരു മിസ്ലേനിയസ് ടാസ്ക് ആയിരുന്നു ഫീഡ്ബാക്ക് സെഷൻ. അതായത് വീക്ക് 1 നടന്ന ഫീഡ്ബാക്ക് സെഷനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ടാസ്കുകൾ. സോ ഇതൊക്കെ ടാസ്കുകളൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ടെക്നിക്കൽ ടാസ്ക് മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടാസ്കുകളായിരുന്നു. ടെക്നിക്കൽ ടാസ്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വീക്ക് 1 പാസ്സാവണമെന്നുണ്ടെങ്കിൽ റിവ്യൂ ഉണ്ട്. ഈ റിവ്യൂവിൽ മെയിനായിട്ട് ചോദിക്കുക ഈ HTML CSS ബേസിക്കുകൾ മൊത്തം ചോദിക്കും. മൊത്തം എന്ന് പറഞ്ഞാൽ ഫുള്ള് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി 2-3 വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി ഒരു നല്ല രീതിക്കുള്ളൊരു നോളജ്, ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൊടുക്കാം. ഞാൻ കണ്ടത് ഒന്ന് സിമ്പിൾ സൂപ്പർ ഡെവിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിരുന്നു, മോശമദാനിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു, അതേമാതിരി ബ്രോക്കോഡിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് വേണമെങ്കിൽ ഇതാക്കാം. ഞാൻ ഉണ്ടാക്കിയെടുത്ത വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ ഈ വീക്ക് 1 പാസ്സാകാൻ വേണ്ടിയിട്ട് വെറും വെബ്സൈറ്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും, ഈ തിയറിനെ കുറിച്ചുള്ള ഐഡിയാസൊക്കെ കിട്ടും. എന്നാലും ഇത് നമ്മൾ ചിലപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ പല എലമെൻസൊക്കെ നമ്മൾ മിസ്സാക്കി കളയും. പല ടാഗുകൾ ഉണ്ടാവും, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ്സാക്കി കളയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തിയറി മുഖാന്തരം പഠിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പഠിച്ച തിയറീസിൻ്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഗൂഗിൾ ഡ്രൈവ് ആക്കിയാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാണ്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ, അതായത് ഫുമിഗേഷൻ്റെ ഒരു വീഡിയോയിൽ ഗൂഗിൾ ഡ്രൈവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആക്സസ് നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ആക്കിയാനായിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ഞാൻ ബിസി ആയിപ്പോയി, അങ്ങനെ ആകെ അത് ശ്രദ്ധിക്കാതെ പോയി. ഞാനിപ്പോൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും ഞാൻ പബ്ലിക് ആക്കിയിട്ട് തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീക്ക് 1 നടന്നത്. ഇനി ഈ റിവ്യൂവിനെ കുറിച്ച് സംസാരിക്കാം. റിവ്യൂ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബുധനാഴ്ചയാണ് നിങ്ങളുടെ ഇൻടേക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബുധനാഴ്ച അല്ലാത്ത അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് വ്യാഴാഴ്ച ആയിരിക്കും നിങ്ങളുടെ റിവ്യൂ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ വ്യാഴാഴ്ച റിവ്യൂ കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വെള്ളിയാഴ്ച, പിന്നെ വെള്ളിയാഴ്ച തേർഡ് റിവ്യൂവിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് ശനിയാഴ്ച. അങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സിൽ ആയിരിക്കും എന്തുണ്ടാവുക, ഈ റിവ്യൂസ് ഉണ്ടാവുക. അപ്പോൾ ഈ റിവ്യൂസിൽ പാസ്സാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് റിവ്യൂസിൽ 4 കളേഴ്സാണ് ഉണ്ടാവുക. 4 കളേഴ്സ് എന്ന് വെച്ചാൽ ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ 4 കളേഴ്സാണ് ഉണ്ടാവുക. ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ 10 ഉണ്ടാവുക. പ്രാക്ടിക്കൽ 10ഉം അതുപോലെ തിയറിയിൽ 10ഉം ഉണ്ടാവുക. അതിൽ പ്രാക്ടിക്കലി 7ൻ്റെ എബവും തിയറിയിൽ 7ൻ്റെ എബവും കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രീൻ കളർ കിട്ടും, നല്ല മാർക്കാണത്. പിന്നെ 7ൻ്റെ ബിലോ, അതുപോലെ 6ൻ്റെ എബവാണ് കിട്ടുന്നത്, രണ്ടിലും 6ൻ്റെ എബവാണ് കിട്ടുന്നത് യെല്ലോ, അതും കുഴപ്പമില്ലാത്തതാണ്. പിന്നെയും ജസ്റ്റ് പാസ് രീതിയിൽ 5ൻ്റെ എബവ് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചാണ് കിട്ടുക. ഇനി നിങ്ങൾക്ക് 5ൻ്റെ താഴത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക് ബാക്ക് അടിക്കും. വീക്ക് ബാക്ക് മീൻസ് വീക്ക് റിപ്പീറ്റ്. ആ വീക്ക് പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് വീക്കിലോട്ട് എൻ്റർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വീക്കിലാണുള്ളത് നെക്സ്റ്റ് വീക്കിലോട്ട് എൻ്റർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആ വീക്കിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേണ്ടി വരും. അതിനാണ് റെഡ്. 5ൻ്റെ അടിക്കോ കിട്ടുന്നതിനാണ് റെഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് റിവ്യൂവിൻ്റെ ഒരു മാർക്കിംഗ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ റിവ്യൂ വീക്ക് ബാക്ക് അടിച്ച പിന്നെ ആ വീക്ക് അറ്റൻഡ് ചെയ്താൽ പോരാ, അതിലെന്താ പ്രശ്നം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു വട്ടം വീക്ക് ബാക്ക് അടിച്ചു, കുഴപ്പമില്ല. രണ്ടാമത്തെ വട്ടം ആ വീക്ക് തന്നെ സ്റ്റിൽ വീക്ക് ബാക്ക് അടിച്ചാൽ നിങ്ങൾ 1000 റുപ്പീസ് പേ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഈ വീക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വീക്കിലെ റിവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം. അതായത് ഒരു വട്ടം നിങ്ങൾക്ക് ഫ്രീ ചാൻസ് ഉള്ളൂ, പിന്നെ നിങ്ങൾ 1000 റുപ്പീസ് ഏറെ പേ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വീക്ക് ബാക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ഈ ഹബ്ബിൽ സ്റ്റേ ചെയ്യുന്ന കോസ്റ്റുകൾ, അതുപോലെ ഹോസ്റ്റൽ ഫീസ്, ഫുഡിൻ്റെ അതൊക്കെ കൂടുകയാണ്. സോ പരമാവധി വീക്ക് ബാക്ക് അടിക്കാതെ തന്നെ എല്ലാവരും പാസ്സാവാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ടാസ്കുകളെ കുറിച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് വീക്കിലത്തെ റിവ്യൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സെഷൻസ് ആണ്. അതായത് എല്ലാ ദിവസവും 1 അവർ കമ്മ്യൂണിക്കേഷൻ സെഷൻ ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ സെഷൻ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഇൻ്റർവ്യൂസും ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ എന്തുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സെഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സെഷൻ ആയിക്കൊള്ളണമെന്നില്ല, അത് പല രീതിക്ക് ഉണ്ടാവും. ഓൺലൈനായിട്ടുണ്ടാവും, നമ്മൾ ഒരു ബാച്ച് മാത്രം കൂടിയാണ്ടാവും, വേറെ ട്രെയിനർ കൂടിയാണ്ടുള്ളതുണ്ടാവും. അപ്പോൾ അത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സെഷൻസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീക്ക് 1 നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീക്ക് 1 നടന്നിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഞാനിപ്പോൾ വീക്ക് 2 ഇപ്പോൾ എൻ്റർ ആയിട്ടുള്ളൂ. സോ വീക്ക് 2ൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് ഈ വീക്ക് 2 പാസ്സായിട്ടോ പാസ്സായിട്ടില്ലെങ്കിലും പാസ്സായാലും ഞാൻ ഈ വീഡിയോ ചെയ്യും.
സോ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് 2 എങ്ങനെ പാസ്സായത് എങ്ങനെയെന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ സോ വീക്ക് 1 കുറിച്ച് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തിനെക്കുറിച്ചുള്ള ഡൗട്ടോ ഇനി ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും കമൻറ്റ് ചോദിക്കാം. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ചോദിക്കാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. താങ്ക് യു പറഞ്ഞു. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരിക്കും താങ്ക് യു.